കയർ ബോർഡ് ജീവനക്കാരി ജോളി മധുവിന്റെ മരണത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ച കേന്ദ്ര സർക്കാർ. ആശുപത്രിയിൽ പ്രവേശിച്ച ശേഷമാണ് ജോളിയുടെ ട്രാൻസ്ഫർ റദ്ദാക്കിയത്. ട്രാൻസ്ഫറിന്റെ ഓർഡറിന്റെ പകർപ്പ് മീഡിയ വണ്ണിന് ലഭിച്ചു. കേന്ദ്ര അന്വേഷണത്തിൽ വിശ്വാസമില്ലെന്ന് കുടുംബം പ്രതികരിച്ചു. കയർ ബോർഡ് ചെയർമാന്റെയും സെക്രട്ടറിയുടെയും അറിവോടെ ജോളിയെ മാനസികമായി പീഡിപ്പിച്ചുവെന്നും ആരോഗ്യ പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടും ട്രാൻസ്ഫർ റദ്ദാക്കിയില്ല എന്നുമാണ് കുടുംബം ആരോപിക്കുന്നത്. ജോളിയുടെ ട്രാൻസ്ഫർ റദ്ദാക്കിയിരുന്നുവെന്നും ശമ്പളം തടഞ്ഞുവെച്ചിട്ടില്ല എന്നുമായിരുന്നു കയർ ബോർഡിന്റെ വിശദീകരണം. എന്നാൽ കഴിഞ്ഞ വർഷം ഓഗസ്റ്റിൽ നൽകിയ ട്രാൻസ്ഫർ ജോളി ആശുപത്രിയിലായതിനു ശേഷം ഈ മാസം ഫെബ്രുവരി 4-നാണ് റദ്ദാക്കിയത്. ട്രാൻസ്ഫർ ഓർഡർ ലഭിച്ചപ്പോൾ തന്നെ അത് റദ്ദ് ചെയ്യാനുള്ള അപേക്ഷ ജോളി നൽകിയിരുന്നെന്നും പ്രധാനമന്ത്രിക്കും കേന്ദ്രമന്ത്രി ശോഭാ കരന്തലജയ്ക്കും പരാതി സമർപ്പിച്ചിരുന്നുവെന്നും കുടുംബം പറയുന്നു. ഇവൾക്ക് ഓഫീസിൽ നിന്നിട്ടും തൊഴിൽപരമായിട്ട് കിട്ടിയിട്ടുള്ള ഹറാസ്മെൻറ്റ്, മാനസിക പീഡനം, അതിൽ നിന്നുള്ള സംരക്ഷണം കിട്ടാൻ വേണ്ടിയിട്ടായിരുന്നു അവൾ ഇത്രയും നാളും ഓഫീസിൽ ഫൈറ്റ് ചെയ്തത്. ആ അന്വേഷണം വെറും പ്രഹസനമാണെന്നുള്ളത് ഞങ്ങൾക്കറിയാം. ഞങ്ങൾക്ക് ആ അന്വേഷണത്തിനോട് യോജിപ്പില്ല. അതേസമയം മരണത്തിൽ MSME മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു. 3-അംഗ സമിതി അന്വേഷിച്ച് 15 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കണം. ജോളിയുടെ മൃതദേഹം നാളെ രാവിലെ 11 മണിക്ക് എടപ്പള്ളി സെന്റ് ജോർജ് പള്ളിയിൽ സംസ്കരിക്കും. മീഡിയ 1 കൊച്ചി.